എരിയുന്ന ആലയം. നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാരയുടെ ഭാഗ്യകാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. നിങ്ങൾ ഭൂമിയുടെ ഉപ്പുകാരമില്ലാതെ പോയാൽ നിങ്ങളുടെ രസം വരുത്താം. പുറത്ത് കളഞ്ഞിട്ട മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലവേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കാൻ സാധ്യമല്ല. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേൽ പ്രയോഗിക്കുന്നത്. അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യരുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്ക് ചെയ്യുകയും അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സിലുള്ളവരാകുന്നത് പോലെ നിങ്ങളും മനസ്സിലുള്ളവരായിരിക്കുകയും. വിധിക്കരുത് എന്നാൽ നിങ്ങളെയും വിധിക്കുകയില്ല, ശിക്ഷയ്ക്ക് വിധിക്കരുത് എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവിധി ഉണ്ടാവുകയില്ല. വിടുവിൻ എന്നാൽ നിങ്ങളെയും വിടുവിക്കും, കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും. അമർത്തി കുലുക്കി കവിയുന്ന നല്ല അളവ് നിങ്ങളുടെ മണിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് മടങ്ങ് കിട്ടും. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ.
ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്ന അബ്ദുൽ കലാം സ്വപ്നം കാണുന്നതിനെ കുറിച്ച് വാചാലനായിട്ടുണ്ട്. നമ്മുടെ എല്ലാ ജീവിതങ്ങളും സ്വപ്നത്തേറിലേറെ യാത്ര ചെയ്യുന്ന അനുഭവങ്ങളാണ്. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ആ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണം ഇന്നിവിടെ സംഭവിക്കുകയാണ്. ബഹുമാനരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സഭാവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പള്ളിയുടെ ഈ അതിമനോഹരമായ പാരിഷ് ഹാളിൻ്റെ ഉദ്ഘാടന പരിപാടിയുടെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. വളരെ നന്നായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ വളരെ ഭംഗിയായ ഒരു ഡിസൈനാണ്. അതുമാത്രമല്ല AC കൂടിയാണ്. അതുകൊണ്ട് ഒട്ടേറെ പരിപാടികൾ ഈ പാരിഷ് ഹാളിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അപ്പോൾ ഈ പ്രൊജക്റ്റ് നടത്തിയ പള്ളിയിലെ അഭ്യന്തരായ വൈദികർക്കും അതിൻ്റെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും ബഹുമാനപ്പെട്ട ഈ പള്ളിയിലെ ഓരോ ഇടവകാംഗങ്ങൾക്കും ഇതിന് സംഭാവന നൽകിയ എല്ലാവർക്കും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ദേവാലയത്തിന് ഒരു പ്രസ്ഥാനം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭം വരുമ്പോൾ അത് നാടിന് അനുഗ്രഹപ്രദമായിരിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ദേവാലയങ്ങൾക്കൊക്കെ ഓരോരോ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ കടന്നു വരുന്നത് ചെങ്ങന്നൂരിൽ പാണ്ടനാട് പരിശുദ്ധ സഭയുടെ ഒരു സ്പെഷ്യൽ സ്കൂളിൻ്റെ ഇനാഗുറൽ ഫംഗ്ഷനിൽ നിന്നാണ്. അഭിനന്ദനായ പരിശുദ്ധ ബാബ തിരുവേനി അടക്കം പങ്കെടുത്ത പരിപാടിയിൽ നിന്നാണ് ഞാൻ കടന്നു വരുന്നത്. പരിശുദ്ധ സഭ ഓരോരോ പുതിയ സംരംഭങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അത് സഭയ്ക്കാകെ വലിയ അഭിമാനവും നമ്മൾ സഭാമക്കൾക്കൊക്കെ വലിയ ഉപകാരപ്രദവുമാണ്. ഇതിൻ്റെയൊക്കെ ഒരു അനന്തരഫലം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾക്ക്, ഒരു സാധാരണക്കാരൻ, ഒരു പാവപ്പെട്ടവൻ, അവന് ഇവിടെ നിന്ന് ഒരു സഹായഹസ്തം ലഭിക്കും എന്നുള്ളത് തന്നെ ആയിരിക്കണം. നമുക്ക് ഒരു പാരിഷ് ഹാൾ തുടങ്ങി അതിൽ നിന്ന് പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല പരിശുദ്ധ സഭയുടെ ലക്ഷ്യം.